ഹലോ അതെ ഇത് മുട്ടിപ്പോയി വയറ് കുറച്ചുണ്ട് കേട്ടോ ഭക്ഷണമൊന്നുമില്ല അവർ ഇത്ര പറഞ്ഞു. ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് എല്ലാവർക്കും ടൈറ്റിലും തമ്മിലും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഡെലിവറി ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. പാക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു 4 വർഷം മുന്നേ ഇതേപോലെ ഇങ്ങനെ ഇരുന്നിട്ട് ഇതേ സ്ഥലത്ത് ഇരുന്നിട്ട് വീഡിയോ എടുത്തതാണ്. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും നിച്ചൂട്ടീൻ്റെ ഡെലിവറീൻ്റെ സമയത്ത്. അത് അതേ പൊസിഷനിൽ ഇരുന്നിട്ട് ഇന്നിതാ വീണ്ടും ഒരു വീഡിയോ എടുക്കുകയാണ്. ഇനി എൻ്റെ ഡെലിവറിക്ക് 2 ആഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. എനിക്ക് 36 വീക്സ് ആയി ഇപ്പം. ഇനി 2 ആഴ്ച കൂടി ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്ക് അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒന്നിക്കൽ അതിനോട് അടുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഡെലിവറീൻ്റെ സമയത്തോ എങ്ങാണ്ടോ ആയിരിക്കും ഈ വീഡിയോ വരുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് ഡേറ്റ് ഏപ്രിൽ 8 കേട്ടോ. മറ്റന്നാൾ ഏപ്രിൽ 10 ഞാൻ നിച്ചൂട്ടീനെ പ്രസവിച്ചത്. ഇതാ ഈ ഒരു ഭയങ്കര ഫീലാണ്. ഈ ഇതേ വയറോട് കൂടി ആ സമയത്ത് ഇതേ വയറോട് കൂടിയിട്ടല്ലേ ഉണ്ടായേ, അങ്ങനെ ഒരു ഫീലുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഡെലിവറി ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഡെലിവറി ബാഗ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബുക്കിൽ എന്തൊക്കെയാണോ വാങ്ങിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണോ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം കേട്ടോ. എന്തായാലും ലിസ്റ്റ് ആക്കിയിട്ടേക്ക് നമ്മൾ എന്തെങ്കിലും ഒന്നായിട്ട് മറക്കും. അതുകൊണ്ട് എന്തായാലും അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ഡെലിവറിക്കായാലും ഈ സമയത്തായാലും ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. വാവക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം, അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ കോമൺ ആയിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് അതിനകത്തുനിന്ന് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി എടുത്ത് വെക്കാനുള്ളത് വേറെ രീതിയിൽ മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായാലും മറക്കൂല കേട്ടോ അത്. അപ്പോൾ ഞാൻ എൻ്റെ ഡെലിവറി ബാഗ് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് 8th മന്തിൻ്റെ അവസാനം, അതായത് 9th മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മുതലാണ് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ആ ഒരു സമയമായിരിക്കും എല്ലാവർക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കണമെന്ന് അങ്ങനെ ഓരോന്നായിട്ട് ഒരു 9th മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങി വെക്കണം. എല്ലാം തന്നെ വാവക്ക് വേണ്ടിയിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ടുള്ളത് എല്ലാം തന്നെ വാഷ് ചെയ്തിട്ട് ഡെറ്റോളിലൊക്കെ മുക്കി വാഷ് ചെയ്ത് ഉണക്കി എടുത്തിട്ടാണ് ബാഗിലിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ആദ്യം തന്നെ ഇങ്ങനൊരു പെട്ടി നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള വേർഷൻസൊക്കെ ഇപ്പോൾ കാണാറുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ളതൊക്കെ. പക്ഷെ നമ്മൾ ഒരു നോർമൽ ആയിട്ടുള്ളൊരു പെട്ടിയാണ് വാങ്ങിച്ചത്. എപ്പോൾ 4 വർഷം മുന്നേ, അതായത് ഇത് നിച്ചൂട്ടിക്ക് നമ്മൾ വാങ്ങിച്ച സെയിം പെട്ടി തന്നെയാണ് കേട്ടോ ഇത്. അതുതന്നെയാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ വാവക്കും സെയിം പെട്ടിയിൽ തന്നെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ഇതാ ഇങ്ങനൊരു ബോക്സിൽ എല്ലാം എടുത്ത് വെക്കാം. ഇത് ഹോൾ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, എല്ലാം നമ്മൾ കവറിലാക്കിയിട്ടാണ് ഇതിനകത്ത് വെച്ചത്. അതുകൊണ്ട് പൊടിയൊന്നും പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പെട്ടി എന്തായാലും നിങ്ങൾ ന്യൂ ബോൺ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിലും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഇവിടെ പോയിട്ട് വാങ്ങിച്ചാൽ മതി. ഇനി ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ വെക്കേണ്ട ഒരു സാധനമാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്യുമെൻ്റ് ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് മുതൽ കാണിച്ചത് ഇപ്പം വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. ഇതിങ്ങനെ ഒരു കവറിലാക്കിയിട്ട് എപ്പോഴും ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടാവണം. നമ്മൾ ബാഗ് പാക്കിങ് കഴിഞ്ഞ് ഇതിനകത്ത് വെക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് വെറുതെ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കുക, ഹോസ്പിറ്റലിൽ പോവുക, തിരിച്ച് വന്നിട്ട് ഇതിൽ വെക്കുക. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ സാധനം മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ല, അങ്ങനത്തെ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഇതെന്തായാലും ഹോസ്പിറ്റൽ ഡോക്യുമെൻ്റ് എടുത്തു വെക്കണം. ഞാനുണ്ടല്ലോ ഇപ്രാവശ്യം ഈ ബാഗിൽ ഈ പെട്ടിക്കകത്ത് അത്രയും എസെൻഷ്യലായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട നമുക്ക് ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് കാണിച്ചു തരാം. ഹോസ്പിറ്റൽ പെട്ടിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം കുറേ എന്തൊക്കെയോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് അറിയില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. ഇപ്രാവശ്യം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ട് ആവശ്യമില്ലാണ്ടായിപ്പോയത് എല്ലാം അറിയാം. അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ആണ് പെട്ടി പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എന്താ കാണിക്കുക, ഇതാ കുറച്ച് തുണികൾ. വെള്ള മുണ്ടുണ്ടല്ലോ, നമ്മളെ സെറ്റ് മുണ്ടിൻ്റെ തുണി ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട്, അതായത് നമുക്ക് വാവക്ക് കെട്ടിക്കൊടുക്കുമല്ലോ നമ്മൾ ആദ്യം തന്നെ. പാമ്പേഴ്സും ഹോസ്പിറ്റലിൽ നിന്ന് മിക്കവാറും ചിലപ്പോൾ പാമ്പേഴ്സൊക്കെ ഇടും. നമ്മുടെ NICയിലോ അല്ലെങ്കിൽ ചൂടിലോ വെക്കുമോ അങ്ങനത്തെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അവർ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കും. നമ്മൾ റൂമിൽ നിന്നാകുമ്പോൾ അധികം പാമ്പേഴ്സ് യൂസ് ചെയ്യാത്തതല്ലേ നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ വെള്ള തുണികൾ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് അധികമുണ്ട്, 2 കവറിലാക്കിയിട്ടുണ്ട്. അതെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സാധനവും ഇങ്ങനത്തെ കവറിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്.
ഇങ്ങനത്തെ സിപ്ലോക്ക് കവറിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ ഒരു തുണി വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് വലിച്ച് വാരി ഇടേണ്ടി വരും. ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. നമുക്ക് എന്നല്ല, ഞാനിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതാണെങ്കിൽ നമ്മുടെ ബൈസ്റ്റാൻഡറായിട്ടുള്ള ആൾക്കാർക്കും എടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇതാ ഈ 2 കവറിലായിട്ടാണ് വെള്ള തുണി വെച്ചിട്ടുള്ളത്. ഇനി ഇത് വാവേൻ്റെ തോർത്താണ്. കുഞ്ഞു തോർത്തില്ലേ, നമ്മളെ നേരത്തെ തോർത്തല്ലേ നമ്മൾ വാവക്ക് ഉപയോഗിക്കുക, അങ്ങനെയുള്ള തോർത്ത്. ഇതാ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഇത് കണ്ട കുഞ്ഞ് കണ്ണാടി പോലത്തെ നല്ല തോർത്തുകൾ ഒരു 3-4 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. 5 എണ്ണം എങ്ങാനും മേടിച്ചിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തൽക്കാലത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഹോസ്പിറ്റലിലേക്ക് ഒരു 2-3 എണ്ണം നമ്മൾ എടുത്ത് വെച്ചാൽ മതി. നമുക്ക് തുടച്ച് കൊടുക്കണമെങ്കിലോ അവനെ അവിടെ നിന്ന് കുളിപ്പിക്കുന്നൊന്നുമില്ലല്ലോ, ഹോസ്പിറ്റലിൽ നമ്മൾ കുളിപ്പിക്കൂലല്ലോ എന്തായാലും. അതുകൊണ്ട് ഇതേതായാലും വാങ്ങിക്കുന്ന സമയത്ത് ഒരു 4-5 എണ്ണം ഒരുമിച്ച് വാങ്ങിച്ചിന്. പെട്ടെന്ന് ചീത്തയാവുമല്ലോ ഇത് വാവക്ക് ഉപയോഗിക്കുന്ന സാധനമായതുകൊണ്ട്. അതുകൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ആ തോർത്ത് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് വാവേൻ്റെ ഉടുപ്പുകളാണ്. അത് അത്ര അധികമൊന്നും ആവശ്യമില്ല. അവിടെ നിന്ന് നമ്മൾ ഫുള്ള് റാപ്പ് ചെയ്തിട്ടാണല്ലോ വെക്കുക. എന്നാലും ഉടുപ്പ്, ഇതാ കുഞ്ഞുടുപ്പില്ല, നമ്മളെ ഇപ്പോൾ തോർത്ത് കാണിച്ച പോലെ തന്നെ ഇങ്ങനെ വെറുതെ കെട്ടിക്കൊടുക്കുന്ന വെറും കോട്ടൻ്റെ കുഞ്ഞുടുപ്പുകൾ, അങ്ങനത്തെയാണ് മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വെറുതെ ഒരു ക്യൂട്ടായിട്ട് തോന്നിയ 1-2 ഉടുപ്പുകൾ ഇങ്ങനത്തതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് മിക്കവാറും. പക്ഷെ അത് അവിടെ നിന്ന് ഇട്ട് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഒന്നും വരില്ലായിരിക്കും. നമുക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഉടുപ്പുകളുള്ള ഒരു സെറ്റ്, ഒരു 10ഓളം ആ മറ്റേ കോട്ടൺ നേരത്തെ തുണീൻ്റെ ഉടുപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ടായിനെ, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെറിയ പൈസ കിട്ടുന്ന സാധനമല്ലേ. അല്ലെങ്കിൽ കുറച്ച് അധികം മേടിച്ച് വെച്ചാൽ നമുക്ക് വേസ്റ്റ് ആവില്ല. വീട്ടിൽ വന്നാൽ എന്തായാലും ആവശ്യമാണല്ലോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്. പിന്നീടുള്ളത് ബേബി റാപ്പാണ്. നമ്മൾ എന്തായാലും വാവ ജനിച്ച ഉടനെ നമ്മൾ റാപ്പ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഓപ്പണാക്കി വെക്കാനേ പാടില്ല. ഫുള്ള് പൊതിഞ്ഞ് കൈയും കാലും എല്ലാം അടക്കം പൊതിഞ്ഞിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിന് പറ്റിയ കുറച്ച് റാപ്പുകൾ ഒരു 4-5 എണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ചിലപ്പോൾ മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നനയുമല്ലോ. അതുകൊണ്ട് ഒരു 4-5 റാപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഹുഡഡ് ആയിട്ടുള്ള റാപ്പാണേ. ഇതാ നമ്മളിങ്ങനെ റിസീവിങ് ടവലെന്നും പറയും ഇതിന്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ റാപ്പുകൾ ഇതൊക്കെ വാഷ് ചെയ്തിട്ട് വെച്ചതാണേ. ഇതും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ചധികം 4-5 എണ്ണം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആവശ്യം ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് കുറച്ചധികം വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ പൊതിഞ്ഞ് വെക്കണം എന്നാണ് പറയുക വാവേന. ചൂടും തണുപ്പും അതൊന്നും മിങ്കിളാവണ്ടേ നമ്മൾ അന്തരീക്ഷമായിട്ട്. അതുകൊണ്ട് റാപ്പുകൾ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നീടുള്ളതാണ് ബേബി വൈപ്സ്. ബേബി വൈപ്സ് എന്തായാലും വാവക്ക് തുടച്ച് കൊടുക്കാനുള്ള ആവശ്യം ഉണ്ടാവും. തൽക്കാലം ഒരു കുഞ്ഞ് പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ അവിടെ നിന്ന് വാങ്ങിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാവേൻ്റെ ടവൽസിൻ്റെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. ഇതും വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കുറച്ച് വീഡിയോസിന് ഞാൻ പറഞ്ഞില്ലേ വീഡിയോസിന് വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഉണ്ടായതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവൽസ്. അഥവാ എന്തെങ്കിലും ഇങ്ങനെ ബേപ്പ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം കക്കിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തുടച്ചു കൊടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തോർത്ത് തന്നെ മതി ശരിക്കും പറഞ്ഞാൽ. അതിന് വേണ്ടിയിട്ട് ഏതായാലും ഉള്ള സ്ഥിതിക്ക് ഞാൻ അതും ഹോസ്പിറ്റൽ ബാഗിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ളത് നമ്മുടെ ഡ്രൈ ഷീറ്റ്. നമ്മൾ വാവേന ബെഡിലൊക്കെ കിടത്തുമ്പോൾ വിരിച്ചു കൊടുക്കുന്ന ഡ്രൈ ഷീറ്റ്, അതായത് മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വലിച്ചെടുത്തോളും. ബെഡ് നനയവും ഇല്ല, അധികം നനവൊന്നും കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യുക്ക് ഡ്രൈ ഷീറ്റ് എന്നാണ് പറയുക ഇതിന്. ഇതിൻ്റെ ചെറിയ സൈസും വലിയ സൈസും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബെഡിലൊക്കെ ഇടാൻ, വീട്ടിലെത്തിയിട്ട് വിടാൻ വേണ്ടിയിട്ട്. ആ 2 സൈസും നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് വാവേനെ നെറ്റ് ബെഡിലൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ സൈസ്. വലുതാണെങ്കിൽ നമ്മൾ നോർമലി കിടക്കുന്ന ബെഡിൽ വലുതായിട്ട് വിരിച്ച് കൊടുത്താൽ പിന്നെ കുഴപ്പമില്ല. ഇതെല്ലാം നമുക്ക് പിന്നെയും കുറേ നാളത്തേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. വാവ കവിഞ്ഞ് ഇരിക്കുന്ന സമയത്തായാലും എല്ലാം നമുക്കിത് ഇട്ട് കൊടുക്കാമല്ലോ, ഒന്ന് ബെഡൊന്നും നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് 1-2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിനി. അതുകൊണ്ട് പിന്നെ ക്യുക്ക് ഡ്രൈ ഷീറ്റ് അല്ലാണ്ട് ഒരു റബ്ബർ ഷീറ്റും കൂടി ഉണ്ട്. ഇത് നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ വിരിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു റബ്ബർ ഷീറ്റ്, അതും കൂടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2-3 കുറേ സാധനങ്ങളൊക്കെ മിക്സഡ് ആയിട്ടാണ്. 2-3 ഇൻസ്റ്റാഗ്രാം പേജസ് എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ പേജസ് ആണെന്നുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും അവരുടെ ലിങ്ക് മെൻഷൻ ചെയ്യാം കേട്ടോ, ഏതൊക്കെ പേജസിനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന്. പിന്നെ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതൊക്കെ ഞാൻ വ്യൂ പ്രൊഡക്ട്സിൽ ടാഗ് ചെയ്യുകയും ചെയ്യാം.
പിന്നീടുള്ളത് മിറ്റൻസ് ആൻഡ് ബൂട്ടീസ് ആണ്. പിന്നെ ക്യാപ്പ് പക്ഷേ വേണ്ടി വരില്ല. നമ്മൾ റാപ്പിന് തന്നെ ഹൂഡഡ് ആയിട്ടുള്ള റാപ്സ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാപ്പ് അധികം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ആവശ്യം വന്നിട്ടില്ല. പക്ഷേ മിറ്റൻസും ബൂട്ടീസും എന്തായാലും ആവശ്യമാണ്. വാവേൻ്റെ കൈയും കാലൊന്നും തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞ് സോക്സുകൾ, കുഞ്ഞ് കാലിന് ഇടാൻ പറ്റിയതും അതുപോലെ തന്നെ കയ്യിലിടാൻ പറ്റിയതും അതൊരു 2-3 സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കയ്യും കാലൊക്കെ എപ്പോൾ നമ്മൾ പൊത്തി വെക്കണം. അതുകൊണ്ട് ഇതെപ്പോഴും ആവശ്യമാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാലും എല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് 2-3 മിറ്റൻസ് ആൻഡ് ബൂട്ടീസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഹോസ്പിറ്റൽ ബാഗിനകത്തുള്ളത്. ഇനി വാവക്ക് വേണ്ടുന്ന 2 സാധനങ്ങൾ കൂടിയുണ്ട്, അത് കാണിച്ചു തരാം. ഈ ക്യാരി ബാഗാണ് കേട്ടോ. വാവേനെ നമ്മൾ മേടിച്ചിട്ട് നമ്മൾ എടുത്ത് നടക്കുമ്പോഴായാലും എല്ലാം നമുക്ക് കംഫർട്ടായിരിക്കും, വാവക്കും കംഫർട്ടായിരിക്കും. നമ്മൾ തുണിയിൽ പൊതിഞ്ഞ് കുഞ്ഞു പൊടിയായിരിക്കുമല്ലോ, അത്രയും ഉണ്ടാവുമല്ലോ അത്. അപ്പോൾ നമ്മൾ വെറുതെ കയ്യിൽ ഇങ്ങനെ നമുക്കൊരു പിടുത്തം കിട്ടൂലല്ലോ. എനിക്കെന്നെ ഇപ്പം ആലോചിക്കുമ്പോൾ പേടിയാവുന്നു. ഇപ്പം ഒരു കുഞ്ഞിനെ വളർത്തി ഇത്രയാക്കി, പക്ഷെ എന്നാലും ആ ജനിച്ചാറുള്ള കുഞ്ഞിനെ എടുക്കുമ്പോൾ നമുക്ക് തീരെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ക്യാരി ബെഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഹോൾഡ് ചെയ്യാനും എല്ലാം നല്ല എളുപ്പമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണമെങ്കിലും ഇപ്പോൾ സിസേറിയനിലാണെങ്കിലും എന്തായാലും ഫീഡ് ചെയ്യിക്കാനുള്ള ഒരു ദിവസം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ടി വരില്ല കൂടെയുള്ളവർക്ക്. അപ്പോൾ അതിനൊക്കെ നല്ലതാണ് ഈ ക്യാരി ബെഡ്. ഇനി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്തായാലും നമുക്ക് വണ്ടിയിൽ നിന്നൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ് ഇത്, പുറത്ത് പോകുമ്പോഴായാലും എല്ലാം. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ക്യാരി ബെഡും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ളത് നെറ്റ് ബെഡാണ്. ഇതും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് തന്നെ ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ വാവേനെ കിടത്തിയിട്ട് എന്തായാലും കൊതുകൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇതാ ഇങ്ങനെ നെറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സെക്യൂർ ആയിട്ട് വാവ കിടന്നോളും. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുന്നേ വാങ്ങി വെക്കുന്നത് തന്നെയാണ് അത്രയും നല്ലത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ഉടനെ വാങ്ങിച്ചാലും മതി, അവിടെ അടുത്ത ഷോപ്സൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ അങ്ങനെ ഇല്ല, കുറച്ച് ഉള്ളോട്ടാണ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഉള്ളവർ എന്തായാലും മുന്നേ വാങ്ങി വെക്കുന്നത് നല്ലത് കേട്ടോ. ഞാൻ എന്തായാലും ഹോസ്പിറ്റൽ ബാഗ് കിറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടായതാണ് ഇതെല്ലാം. 2-3 പേജസിൻ്റെ ഉണ്ടല്ലോ. അപ്പോൾ ഏതാണ് കുറച്ചുകൂടെ കംഫർട്ട് അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ എടുക്കും, ബാക്കിയുള്ളത് വീട്ടിലേക്ക് ആവശ്യത്തിന് എടുക്കും, അങ്ങനെ വിചാരിച്ചിട്ടാണുള്ളത്. അപ്പോൾ മുന്നേ വാങ്ങി വെച്ചാൽ അത്രയും നല്ലത്. ആവശ്യത്തിന് അവിടെ നിന്ന് എടുത്താൽ മതി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചാലും മതി. ഇത് കുറേ എണ്ണം ഉണ്ട് കേട്ടോ, ഈ നെറ്റ് ബെഡും റിസീവിങ് ക്യാരി ബാഗൊക്കെ. അപ്പോൾ ഇത് 3 ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നെയാണ്. ആക്ച്വലി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കൊളാബിന് വേണ്ടിയിട്ട്. അപ്പോൾ ലിറ്റിൽ ബിറ്റ്സ് ഓഫ് അസ് എന്ന് പറയുന്ന ഒരു പേജ്, മദേഴ്സ് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു പേജ്, അതുപോലെ തന്നെ ലിറ്റിൽ ഷൈം എന്ന് പറയുന്ന ഒരു പേജ്. അപ്പോൾ ഈ 3 പേജസ് എന്നുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ അവരുടെ ലിങ്കാണ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാൻ, എസ്പെഷ്യലി പ്രഗ്നൻസി സമയത്തൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പം ഇങ്ങനത്തെ എല്ലാ കിറ്റായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങിക്കാം. പിന്നീട് ഏറ്റവും അധികം നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ് ഈ ഒരു സാധനം. ഫീഡിങ് പില്ലോ ആണ് കേട്ടോ. നമ്മൾ വാവേനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മടിയിൽ ഈ പില്ലോ വെച്ചിട്ട് നമ്മളിങ്ങനെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഏറ്റവും അധികം ഉപയോഗിച്ച ഒരു സാധനമാണ് കേട്ടോ ഇത്. നിച്ചുട്ടിക്ക് ഓൾമോസ്റ്റ് നല്ലൊരു ഫീഡ് 2.5 വയസ്സ് കഴിയുന്ന ഒരു 2.25 ആവുന്നവരെ നിച്ചുട്ടിനെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, 3 വയസ്സിന് താഴെ ആവുന്നവരെ. അപ്പോൾ അത്രയും നാളും മാക്സിമം നിച്ചുട്ടിൻ്റെ ഹൈറ്റ് വെക്കുന്നവരെ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ഭയങ്കര കംഫർട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ വാവേനെ നമ്മളെ കയ്യിലെടുക്കുന്നതിനേക്കാളും ഇതിലെടുക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഗ്രിപ്പും കിട്ടും. നമുക്കധികം കൈ ഇങ്ങനെ കുറേ നേരം പിടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വേദനയൊക്കെ എടുക്കൂലേ, പുറം വേദന എടുക്കും ഇങ്ങനെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഫീഡിങ് പില്ലോ ആണ്. ഇതും കൂടെ ഓൾറെഡി ആ കിറ്റിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ, ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നെ. അപ്പോൾ അത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ നേരത്തെ നെറ്റ് ബെഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒന്നിക്കൽ നിങ്ങൾക്ക് മുന്നേ വാങ്ങി വെക്കുകയും ചെയ്യാം, എല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ഉടനെ അവിടുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാലും മതി. അതുപോലെ ഒരു സാധനം കൂടി ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ ബാഗിനകത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ വീട്ടിൽ വന്ന ഉടനെ ആവശ്യം ഉണ്ടാവും. ഉടനെ എന്നല്ല, കുറച്ച് ദിവസത്തിനുള്ളിൽ. അത് ഓരോ വാവകളെ പോലെ ഇരിക്കും. ഇത് നമ്മളെ നെയിൽ കട്ടറാണ് കേട്ടോ, ബേബി നെയിൽ കട്ടറിൻ്റെ ഒരു സെറ്റാണ്. ഇങ്ങനെ ഒരു സെറ്റ് ഇല്ലെങ്കിലും ഒരു നെയിൽ കട്ടർ അറ്റ്ലീസ്റ്റ് എന്തായാലും വാങ്ങി വെച്ചാൽ മതി. നമുക്ക് വാവേൻ്റെ നഖം മുറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ പറയും നഖം കടിച്ച് കളയണം എന്നെല്ലാം പറയലുണ്ട്, പക്ഷേ ഇപ്പം അങ്ങനെയല്ല, കടിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടി നെയിൽ കട്ടർ കിട്ടും കേട്ടോ നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നഖം മുറിക്കാൻ വേണ്ടി പറ്റും, വേദനയൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഒരു ബേബി നെയിൽ കട്ടർ എന്തായാലും വാങ്ങി വെക്കണം.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഹോസ്പിറ്റൽ ബാഗിനകത്ത് ഞാൻ വെച്ചിട്ടുള്ള സാധനങ്ങളെ. അപ്പം കുറച്ച് സാധനങ്ങൾ അല്ലാതെ എടുത്ത് വെച്ചത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം വരുന്നത് നമ്മുടെ നാപ്പി ഉണ്ടല്ലോ, കെട്ടിക്കൊടുക്കുന്ന മൂത്രമൊഴിക്കുമ്പോഴൊക്കെ കെട്ടിക്കൊടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ. ഇതാ ഇങ്ങനെയുള്ള കുട്ടി നാപ്പീസ്. ഇത് ആശുപത്രിയിലേക്ക് എടുത്ത് വെക്കുന്നില്ല, വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനത്തെ കുറച്ച് സെറ്റ് അത് ആ കിറ്റിനകത്ത് ഉണ്ടായതാണ്. അത് കുറച്ചെണ്ണം മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. തുണി കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ക്ലോത്ത് ഡയപ്പർ വരുന്നുണ്ട്. ഇതും ബാക്കിയെല്ലാം നാപ്പീസ് തന്നെയാണ്, സെയിം സാധനം തന്നെയാണ്. അപ്പോൾ ഇതാ വേറൊരു ക്ലോത്ത് ഡയപ്പറും കൂടി ഉണ്ട്. ഇത് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമില്ല, വീട്ടിലേക്ക് വാങ്ങിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. ഏതായാലും നിങ്ങൾ പർച്ചേസിങ്ങിന് പോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ വാങ്ങി വെച്ചാൽ മതി, വീട്ടിൽ വന്നിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ട്. പിന്നെ എക്സ്ട്രാ ഉള്ള ഉടുപ്പുകൾ, നമുക്കിങ്ങനെ കെട്ടിക്കൊടുക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഉടുപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പം എന്തൊക്കെ ടൈപ്പിൽ ഉടുപ്പുകളാണ് കേട്ടോ, കാണുമ്പോൾ ഇങ്ങനെ കൊതിയാവും ശരിക്കും പറഞ്ഞാൽ. ഇതാ ഇങ്ങനെയുള്ള കെട്ടുടുപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഫുള്ളുള്ള ഉടുപ്പില്ലേ, എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഒരു ഓമനത്വം തോന്നുന്നു. ശരിക്കും എല്ലാവർക്കും കാണുമ്പോൾ എന്തോ ഒരു തോന്നുന്നില്ലേ ശരിക്കും. നമുക്ക് കൈയും കാലും എല്ലാം മൂടുന്ന രീതിയിലുള്ള ഒരു ഉടുപ്പ്, നല്ല രസമുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ലൊരു പ്രിൻറ്റും എല്ലാം. ഇച്ചുട്ടിക്ക് ഇതുപോലത്തെ ഒരു പിങ്കും വൈറ്റും ഇങ്ങനെ സ്ട്രാപ്പ് ആയിട്ടുള്ള ഒരു ഉടുപ്പ് ഞാൻ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിന്, അതിപ്പോൾ ഓർമ്മ വന്നു. ഇങ്ങനത്തെ ഒരു ഉടുപ്പുണ്ട്. ഇതും ഹോസ്പിറ്റലിലേക്ക് ശരിക്കും ആവശ്യമില്ല, വന്നിട്ട് ആക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതിനകത്ത് ഇങ്ങനത്തെ ഉടുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനത്തെ റോംബർ ടൈപ്പിലുള്ള ഉടുപ്പുകൾ, വൺസീസ് അങ്ങനെ എന്തോ അതിനെ പറയാം. ഇങ്ങനെയുള്ള ബട്ടൺസ് ഉള്ള ഉടുപ്പുകൾ, ഇതൊക്കെ എക്സ്ട്രാ ഉള്ളതാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല. ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഉടുപ്പ്. 2 കാലും ഇതിനകത്ത് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുമേ. ഫുള്ള് ബട്ടൺസൊക്കെ വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഉടുപ്പ്. ഇതൊന്നും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല, വീട്ടിൽ വന്ന ശേഷം ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചു എന്ന് മാത്രം. ഡെലിവറി കഴിഞ്ഞിട്ട് വാങ്ങിച്ചാലും മതി, പക്ഷെ നമുക്ക് ഡെലിവറി കഴിഞ്ഞാൽ എന്തായാലും പോയിട്ട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ബാക്ക് പാക്കിങ്ങിൻ്റെ പർച്ചേസിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമായിരിക്കൂലേ. അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചാണ്. അപ്പോൾ ഇത്രയാണ് വാവേൻ്റെ ഡ്രസ്സ് അല്ലെങ്കിൽ തുണി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്. ബാക്കിയുള്ളത് പിന്നെ ഈ ബക്കറ്റുകളുടെ കുറേ നേരമായിട്ടുണ്ടാവും നിങ്ങൾ കാണുന്നത്. ഇത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതെന്ന് കേട്ടോ. അപ്പോൾ തുണി ഇത്രയേ ഉള്ളൂ. പിന്നെ ന്യൂബോൺ പാമ്പേഴ്സ് ഡയപ്പർ, ന്യൂബോൺ ഡയപ്പേഴ്സ് ഉണ്ടല്ലോ, പാമ്പേഴ്സ് പോലെയുള്ള ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല. അത് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങി വെച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് ആ സമയത്തുള്ളത് അവിടെ നിന്ന് തന്നെ കിട്ടും, ബാക്കി ആശുപത്രിയിൽ തന്നെയാണല്ലോ, അത് നമുക്ക് അപ്പം വാങ്ങിക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ വാവക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഓയിലും സോപ്പും അതൊക്കെ ചോദിക്കലുണ്ട്, പക്ഷെ നിച്ചൂട്ടിൻ്റെ സമയത്തൊന്നും അതൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ തുണികൾ മാത്രമാണ് ചോദിക്കുക. അപ്പോൾ കുറച്ച് തുണികൾ കട്ട് ചെയ്തിട്ട് ഒരു പാക്കറ്റിലാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കുമേ. അപ്പോൾ അത് മറക്കണ്ട, കുറച്ച് തുണികൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കുക. ഡെലിവറി കഴിഞ്ഞ ഉടനെ ചോദിക്കുമ്പോൾ അത് എടുത്ത് കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നു നോർമൽ ഡെലിവറിക്കാണ് അത് കുറച്ചും കൂടെ കൂടുതൽ ചോദിക്കുവാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം CS ആയതുകൊണ്ട് അത്ര വലിയ ആവശ്യം ഉണ്ടായിട്ടില്ല. നോർമൽ ഡെലിവറി ആണെങ്കിൽ കുറച്ചധികം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതെടുത്ത് വെക്കും. അത് കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, ചേച്ചി ഡെലിവറി കഴിഞ്ഞ ഉടനെ അവരെന്തൊക്കെയാണെന്ന് ചോദിക്കുക എന്നുള്ളതൊന്ന് പറഞ്ഞു തരുമോന്ന്. അത് ഓരോ ഹോസ്പിറ്റലിൽ ഓരോ പോലെ ആയിരിക്കുമേ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡെലിവറിക്ക് മുന്നേ അഡ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് നമുക്ക് പറയുമല്ലോ, ആ പോക്കിൽ ലേബർ റൂമിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെയുള്ള സിസ്റ്ററോട് ചോദിച്ചാൽ മതി. സിസ്റ്ററെ ഇങ്ങനെ ഡെലിവറിക്ക് വരുമ്പം എന്തൊക്കെയായിരിക്കും ആദ്യം ചോദിക്കുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിസ്റ്റർമാർ പറഞ്ഞു തരും. അപ്പം നമുക്കത് സെപ്പറേറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നമ്മളെ ഡെലിവറി കഴിയാൻ കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റും. അത് മാത്രം പിടിച്ചിട്ട് അവരവിടെ ഇരുന്നാൽ മതിയല്ലോ, ഈ എല്ലാ സാധനവും പിടിച്ച് തൂക്കി പിടിച്ചിരിക്കണ്ടല്ല. എന്താണെന്നോ ചോദിക്കുക, അത് മാത്രം പിടിച്ചിട്ട് പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. ഇനി എനിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. അത് തൽക്കാലം ഞാൻ ഈ പെട്ടിനകത്ത് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനുണ്ടല്ലോ ഇങ്ങനൊരു കവർ കാണിച്ചു തരാം. ഇതിനകത്ത് എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ ഒരു ലുങ്കി ഉണ്ട്, കോട്ടൺ ലുങ്കി, ഒരു നൈറ്റി ഉണ്ട്, ഇന്നർ വെയറും ഉണ്ട്.
2 ഇന്നർവെയർസും ഉണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും ഓപ്പറേഷൻ ആയിരിക്കും, ഫസ്റ്റത്തെ ഓപ്പറേഷൻ ആയതുകൊണ്ട് എന്തായാലും CS ആയിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ പോസ്റ്റ് OPയിലേക്ക് മാറ്റിയ ശേഷം നെക്സ്റ്റ് ഡേ ആയിരിക്കും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്ന സാധനങ്ങളാണ് ഞാൻ ഇങ്ങനെ ഒരു കവറിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ പുറത്ത് ഏട്ടനായാലും അമ്മക്കായാലും എല്ലാം ഇത് എടുത്തു കൊടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഞാനെല്ലാം സെപ്പറേറ്റ് വെച്ചുകൊണ്ട് അതിൽ നിന്നൊരു മാക്സി എടുക്കണം, ഇതിൽ നിന്നൊരു ഇന്നർവെയർ എടുക്കണം, അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഒരു ലുങ്കി, കോട്ടൺ ലുങ്കി അവർ കട്ട് ചെയ്യും കേട്ടോ, അവർക്ക് കട്ട് ചെയ്തിട്ട് പീസാണ് വേണ്ടേ, അത് സിസ്റ്റർ ആവശ്യത്തിനനുസരിച്ച് ചെയ്തോളും. അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ ലുങ്കി, ഒരു നൈറ്റി, ഇന്നർവെയേഴ്സ്, അത് ഒരു സെപ്പറേറ്റ് കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ മാറ്റി വെക്കേണ്ട സാധനം. പിന്നെ ഇങ്ങനെ ഒരു ബാഗിനകത്ത് ഉള്ളത് നൈറ്റീസാണ്. നമ്മളെന്തായാലും ഒരു 5 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 4-5 നൈറ്റീസ് നമുക്ക് വാഷ് ചെയ്തിട്ട് ഉണങ്ങാനുള്ള സൗകര്യമൊന്നും ഇല്ലെങ്കിൽ എന്തായാലും മിനിമം 5 എണ്ണം വേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതാ നൈറ്റീസ് ഒരു 5 എണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാണിക്കാണ്ട് ഓരോന്ന് എടുത്ത് കാണിക്കൊന്നും വേണ്ടല്ലോ. ഇതാ 5 നൈറ്റീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് പിന്നീട് ആവശ്യമുള്ള സാധനം. പിന്നെ വരുന്നത് കുറച്ച് തോർത്തുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കുളിക്കുകയും വേണം, പിന്നെ വെറുതെ നമുക്ക് കൈ തുടക്കാനും ആവശ്യത്തിന് ഒരു 3-4 തോർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ബാക്കി അമ്മക്കായാലും എല്ലാം ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയ സമയത്ത് ഒരുമിച്ച് ഒരു 4-5 തോർത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുളിക്കാനും നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോൾ പോലെ മേത്തിടാനും ഒക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് തോർത്തുകൾ. പിന്നീടുള്ളത് ഇന്നർവെയേഴ്സാണ്, പാൻറ്റീസും അതുപോലെ ബ്രായും. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ എടുത്താൽ മതി. ഞാൻ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, എനിക്ക് ഇതിനകത്തുണ്ട് എന്ന് പറയാൻ എളുപ്പമല്ലേ. അപ്പം അവർ എടുത്തു തന്നോളുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് തന്നെ രണ്ടും വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സിപ്ലോക്ക് കവർ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് അതിനകത്താണ് എല്ലാം വെച്ചിട്ടുണ്ടായത്. കുറേ പേര് ചോദിച്ചു സിപ്ലോക്ക് കവർ എവിടുന്നാ മേടിച്ചതെന്ന്. ആ വീഡിയോൻ്റെ ഇടയിൽ ഇപ്പോഴും കമൻറ്റ്സ് വരാറുണ്ട്. അത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായതാണ്, ഓൺലൈനായിട്ടും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടായ കുറേ കവേഴ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ വെറുതെ വീണ്ടും സിപ്ലോക്ക് പൈസ കൊടുത്ത് മേടിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അതിനകത്താണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇന്നർവെയേഴ്സ് ഉണ്ട്. പിന്നീടുള്ളത് ഒരു പെയർ സോക്സ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ് OPയിൽ കിടക്കുന്ന സമയം അവിടെ നല്ല AC ആയിരിക്കും. അപ്പോൾ കാലൊക്കെ ഇങ്ങനെ ഇതാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു പെയർ സോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് അബ്ഡോമിനൽ ബൈൻഡറാണ്. അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് വയറ് കെട്ടണമല്ലോ. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ട് നമ്മൾ സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇത് കെട്ടിയത്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ, ഓപ്പറേഷൻ ആയതുകൊണ്ട്. അല്ല നോർമൽ ഡെലിവറി ആണെങ്കിൽ അതിന് മുന്നേ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അബ്ഡോമിനൽ ബൈൻഡർ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്, അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ലിറ്റിൽ ബിറ്റ്സ് ഓഫ് അസ് എന്നുള്ള പേജ് എന്നുള്ളതാണ്. അപ്പോൾ അത് കെട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഡോക്ടർ എഴുതി തന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുക ചെയ്തേ. ഇപ്പം പോകുമ്പോൾ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുണ്ട്. ഇനി ഈ ഒരു കവറിനകത്തുള്ളത് എൻ്റെ ഒരു ടോപ്പാണ്, ഒരു ഫീഡിങ് ടോപ്പാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് എടുത്ത് വെച്ചതാണ്. നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫീഡിങ് ടോപ്പും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് 1-2 ബെഡ്ഷീറ്റ് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ നമുക്കുള്ളത് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മുടെ ബൈസ്റ്റാൻഡറൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ളത് അധികം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടൂലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1-2-3 എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനും അമ്മയും നിച്ചൂട്ടി എല്ലാവരും ഉണ്ടാവും, അതുകൊണ്ട് കുറച്ചധികം വേണ്ടി വരും. അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ബെഡ്ഷീറ്റ് 1-2 എടുത്ത് വെക്കുക. പിന്നീടുള്ളത് ഇതാ ഇങ്ങനെ ഒരു പൗച്ചിനകത്ത് എൻ്റെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. വിക്സ്, വായു ഗുളിക, അങ്ങനെയുള്ള സാധനം. ഹോസ്പിറ്റലാണ് നമുക്ക് അവിടുന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും എൻ്റെ കയ്യിലുള്ള ഞാൻ എടുത്തു വെച്ചാണ്. പിന്നെ ഒരു കോമ്പ്, പിന്നെ പൊട്ടെന്ന് വെക്കുമെന്ന് അറിയില്ല, എന്നാലും ഒരു ലിപ് ബാം, ഒരു മോയ്സ്ചറൈസർ, അതൊക്കെ എടുത്തിട്ട് വെറുതെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പൗച്ചിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം. പിന്നെ നമ്മുടെ സാനിറ്ററി നാപ്കിൻ, പാഡ്, അത് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നവരെ അവർ എഴുതി തരും. അതാണ് നമ്മൾ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് യൂസ് ചെയ്തത്. അവരുടെ തന്നെ ഒരു പാഡ് ഉണ്ട്, അതാണ് യൂസ് ചെയ്തത്. പിന്നെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാലേ അത് നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് മുന്നേ വാങ്ങി വെച്ചിട്ടില്ല. പിന്നെ ഫോണിൻ്റെ ചാർജർ, ഫോണും ചാർജറും. ഫോണ് നമ്മൾ എന്തായാലും മറക്കൂലായിരിക്കും, എടുക്കുമായിരിക്കും. പക്ഷേ അതിൻ്റെ ചാർജർ നമ്മൾ ആ സമയത്ത് പോകുമ്പോൾ എടുത്തു വെച്ചാൽ മതി. അതൊക്കെ എന്തിനാ ഹോസ്പിറ്റൽ ബാഗ് പറയുന്നതെന്നല്ല, ഞാൻ വെറുതെ ചിലപ്പോൾ ഇത് കേട്ടിട്ട് ലിസ്റ്റാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ച് പറയുന്നതാണ്. ചാർജർ നമുക്ക് ലാസ്റ്റ് പോകുന്ന സമയത്ത് ഇതിനകത്തേക്ക് എടുത്തു വെച്ചാൽ മതി.
ഇനി നമ്മൾ ഇതെല്ലാം ഗോൾഡെല്ലാം എന്തായാലും നമ്മൾ അയച്ചു വെക്കുമല്ലോ, പോകുമ്പോൾ തന്നെ അയച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഹോസ്പിറ്റലിൽ അവിടെ സൂക്ഷിക്കണ്ടല്ലോ, പോകുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ അഴിച്ചു വെച്ച് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി ഇതാ ഇങ്ങനെ ഒരു ബക്കറ്റ് ഉണ്ട്. ഈ ഒരു ബക്കറ്റും നമുക്ക് ആവശ്യമാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്കായാലും വീട്ടിലേക്ക് വന്നിട്ടായാലും വാവ മൂത്രമൊഴിച്ചൊക്കെ കഴിഞ്ഞ് ആ തുണിയൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് വെക്കാം വാഷ് ചെയ്യുന്നത് വരെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബക്കറ്റ് വാങ്ങിച്ചത്. മൂടിയുള്ള ബക്കറ്റ് തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ, അടച്ച് വെക്കണമല്ലോ. അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ബക്കറ്റോടെ എടുത്ത് കൊണ്ടുപോയിട്ട് വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ബക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതാ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലും തുടക്കാനോ പിടിക്കാനോ പൊതിയാനോ ഒക്കെ ആശുപത്രിയിൽ നിന്ന് ആവശ്യം ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സും അത് ഞാൻ എടുത്ത് വെക്കുന്നേ ഉള്ളൂ. കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ സിമ്പിളായിട്ടുള്ള കുറച്ച് കവേഴ്സ് എന്തൊക്കെ പൊതിഞ്ഞു വെക്കാനോ ഇട്ട് വെക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതും എടുത്ത് വെക്കണം. പിന്നീടുള്ളത് ക്ലിപ്പാണ്, നമ്മളെ ക്ലോത്ത് ക്ലിപ്പ്. തുണിക്ക് വാഷ് ചെയ്തിട്ടൊക്കെ ഇറുക്കി വെക്കുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, അത് കാണുന്നുണ്ടല്ലോ അല്ലേ. അത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ മേലെ ടെറസിലൊക്കെ കൊണ്ടുപോയിട്ട് ഉണക്കുമല്ലോ, അപ്പോൾ പാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലിപ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ടൂത്ത് പേസ്റ്റ് ഉണ്ട്, ഡെറ്റോൾ എല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെറ്റോൾ ഉണ്ട്, ഒരു ബേബി സോപ്പ് ഉണ്ട്. ബേബി സോപ്പ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമില്ല, വീട്ടിൽ വന്നിട്ട് കുളിപ്പിക്കുമ്പോൾ മാത്രമേ ആവശ്യമുള്ളൂ. എന്നാലും ഒരു ബേബി സോപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട്. ബാത്ത് സോപ്പ് ഉണ്ട്, നമുക്ക് കുളിക്കാൻ ആവശ്യത്തിനൊക്കെ. ചെറുതാണ് കേട്ടോ വാങ്ങിച്ചത്, നമുക്കൊരു 3-4 ദിവസത്തേക്കുള്ള ആവശ്യമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയൊരു ബാത്ത് സോപ്പ്. അതുപോലെ തന്നെ വാഷിംഗ് സോപ്പും വേണേ, നമ്മുടെ തുണിയെല്ലാം അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് സോപ്പ്. പിന്നെ ഒരു സോപ്പ് പെട്ടി, ബ്രഷ്, ടങ് ക്ലീനർ. ബ്രഷും ടങ് ക്ലീനറും എല്ലാം വേണം. ഇതിപ്പോൾ നിച്ചൂട്ടീൻ്റെ ബ്രഷാണ്, നിച്ചൂട്ടിക്ക് ഹോസ്പിറ്റലിലേക്ക് വേണ്ടി മേടിച്ചത്. എൻ്റെത് എടുത്ത് വെക്കണത്രേ, ബ്രഷും ടങ് ക്ലീനറും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഇട്ടിട്ട് എടുക്കുന്നത് കേട്ടോ. അവിടെ എത്തിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ്ടല്ലേ, അതുകൊണ്ട് അതെല്ലാം ഈ ബക്കറ്റിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര പോലെ സ്ഥലം ലാഭിക്കാം. ബക്കറ്റ് എന്തായാലും എടുക്കണമല്ലോ. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ദിവസം ഡെലിവറിക്ക് പോയ ഉടനെ എടുത്ത് വെക്കണം എന്നില്ല. നമ്മൾ വണ്ടിയിൽ വെച്ചിട്ട്, വണ്ടിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ വെച്ചിട്ട് റൂം കിട്ടിയ ശേഷം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു നൈഫ്, കത്തി എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് എന്തെങ്കിലും മുറിക്കാനോ പിടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ കുറച്ച് ഷുഗറും കുറച്ച് സാൾട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അത് ഉപകാരമായിരിക്കും കേട്ടോ. പിന്നെയുള്ളത് പാത്രങ്ങൾ. അത് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല, എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. ഒരു 2 തൂക്ക് പാത്രം നമുക്ക് ചായയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തെർമൽ ഫ്ലാസ്ക്, ചൂടൊക്കെ നിൽക്കുന്ന ഫ്ലാസ്ക്, ചൂടുവെള്ളം ചായയൊക്കെ മേടിക്കാൻ. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റ്, വെള്ളം കുടിക്കാൻ ഗ്ലാസ്, സ്പൂണ്, അങ്ങനെയുള്ള 1-2 എണ്ണം വെച്ചിട്ട് അതൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. എന്തായാലും അതൊക്കെ നമ്മൾ ലാസ്റ്റ് നിമിഷം മറക്കുന്ന കാര്യമാണ് പെട്ടെന്നാകുമ്പോൾ. എന്തായാലും നമ്മൾ ഡെലിവറി അനുബന്ധിച്ച് ആ ഒരു സമയമാകുമ്പോഴേക്ക് എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചാൽ മതി. ഇപ്പം എനിക്ക് വേണ്ടിയിട്ടുള്ളതും വാവക്ക് വേണ്ടിയിട്ടുള്ളതും മാത്രമാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിച്ചൂട്ടിക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടനുള്ളത് ഏട്ടൻ സെറ്റാക്കുന്നുണ്ട്, അമ്മേൻ്റെ അമ്മ സെറ്റാക്കുന്നുണ്ട്. എല്ലാവരും സെറ്റാക്കി വെക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊരാവശ്യം വന്നിട്ട് പെട്ടെന്ന് നമ്മൾ പോകുന്ന സമയത്ത് എല്ലാം മിസ്സാവും. അതുകൊണ്ട് നിച്ചൂട്ടിനെ ആണെങ്കിൽ ഇപ്പം മറക്കാണ്ട് എടുത്ത് വെക്കേണ്ട സാധനമാണ് ബേബി ക്ലോസറ്റ്. നമ്മൾ നിച്ചൂട്ടി ക്ലോസറ്റ് വാങ്ങിച്ചിട്ടുണ്ടായില്ലേ, അപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ മുകളിൽ വെക്കുന്ന ആ ഒരു സാധനം, അതൊക്കെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമാണ്. അതൊക്കെ മറക്കാതെ എടുത്ത് വെക്കണം. പിന്നെ നിച്ചൂട്ടിനെ കുറച്ച് ഡ്രസ്സ്, പിന്നെ കുറച്ച് ടോയ്സ് ചെറുതാണെങ്കിൽ. നിച്ചൂട്ടിക്ക് ഞാൻ മീഷോന്ന് ഒരു 1-2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പുസ്തകത്തിൽ ഇങ്ങനെ സ്റ്റിക്കറാക്കുന്നതും പടച്ചൊട്ടിക്കുന്നതല്ല എന്നുവെച്ചാൽ ആടുന്ന് എന്തായാലും 5 ദിവസം ആശുപത്രിയിൽ നിൽക്കുമ്പോൾ കുഞ്ഞു മോളല്ലേ, എന്തായാലും മടുപ്പ് പിടിക്കും, ബോറടിക്കും. അപ്പോൾ ആടുന്ന് സർപ്രൈസായിട്ട് ഓരോന്ന് കാണുമ്പോൾ അത് വെച്ച് കുറച്ച് നേരം കളിച്ചോളുമല്ല. അങ്ങനെ നോക്കിയിട്ട് 1-2 സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ കാര്യവും നമ്മൾ സെറ്റാക്കണം. പിന്നീട് നമ്മൾ എടുത്തു വെക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ജനിച്ച ഉടനെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അത് ഞാനിപ്പം പറയുന്നത് നിച്ചൂട്ടീൻ്റെ സമയത്തുള്ളത് വെച്ചിട്ടാണ്. കറക്റ്റ് അങ്ങനെ തന്നെയാണോ ഇപ്പോഴും ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുപോയത് ID കാർഡ്, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ID കാർഡ് വേണം. രണ്ടാളെയും SLC ബുക്കിൻ്റെ കോപ്പി വേണം. അതുപോലെ തന്നെ ഫോട്ടോ വേണം, നമ്മളെ ഫോട്ടോ. പിന്നെ ഒരു പെന്നും പിന്നെ ഇതൊട്ടിക്കാനുള്ള ഗമ്മ്, അതൊക്കെ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ നല്ലത്. ഡോക്യുമെൻറ്റ്സ് ഇതാണ്: SLC ബുക്കിൻ്റെ കോപ്പി, ID കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ ഫോട്ടോസ്. രണ്ടാളെയും, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും. അത് ആവശ്യമാണ് നിച്ചൂട്ടിൻ്റെ സമയത്ത്. ഇപ്പം പക്ഷേ എന്തോ ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുന്നല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അതിനി പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കണം എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ പഴയ പോലെ ആണെങ്കിൽ ഇതൊക്കെയാണ് വേണ്ടത്. അതെന്തായാലും മറക്കാൻ പാടില്ല. പിന്നീടുള്ളത് ATM കാർഡ്,
കുറച്ച് ക്യാഷ്. അത് നമ്മളെ കയ്യിൽ തന്നെ വെക്കണം, നമ്മളെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ബൈസ്റ്റാൻഡർ ആയിട്ടുള്ള ആൾക്കാർ അതൊക്കെ എന്തായാലും അവരുടെ കയ്യിലുണ്ടാവുമായിരിക്കും. എന്നാലും പറയുകയാണ്, ATM കാർഡും കുറച്ച് ക്യാഷ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും മറക്കാതിരിക്കുക. പിന്നെ ഒരു സാധനം വിട്ടുപോയേ, ഒരു പാലട. ഇത് വാവക്ക് ചിലപ്പം ജനിച്ച ഉടനെ തന്നെ കുഞ്ഞുമക്കൾക്ക് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ വലിച്ചു കുടിക്കാൻ അത്ര ഒരു പഠിക്കുന്നുണ്ടാവില്ല. അത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അവർക്ക് വലിച്ചു കുടിക്കാൻ അറിയൂല്ല, എന്നിട്ട് വെറുതെ കരയും ചെയ്യും. അത് കാണുമ്പോൾ ക്യൂട്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ സിസ്റ്റർമാർ ഇങ്ങനത്തെ സാധനത്തിൽ മുലപ്പാൽ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക ചെയ്യുക വാവക്ക്. ഇതിന് പാലട എന്നാണ് പറഞ്ഞത് അന്ന് ഹോസ്പിറ്റലിന്. അപ്പോൾ ഈ ഒരു സാധനം ഇത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിട്ടില്ല. നമ്മൾ കുറേ നടന്നിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായത്, തപ്പിപ്പരുതി പോയിട്ട്. അപ്പോൾ മുന്നേ കാണുമ്പോൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പുതുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് ആ കമൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതും കൂടി എടുത്ത് വെക്കണം എന്നുള്ള കാര്യം ഓർമ്മ വരുമല്ലോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ്സും കൂടെ നോക്കിക്കോ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബാഗ് പാക്കിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടോ ആ കാര്യം കൂടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഡെലിവറി ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കുറേ ആൾക്ക് യൂസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. അതിൽ നിന്ന് കുറേ സാധനങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.